ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. പവിയേട്ടൻ്റെ സമയമാണ് മികച്ച സമയമെന്ന് തന്നെ പറയാം. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂടുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം നമ്മൾ പോസ്റ്ററിലൂടെ ഇന്ന് പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റർ നോക്കാം. 10/5 മുതൽ വെള്ളിയാഴ്ച മുതൽ തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ രവികൃഷ്ണ, തൃശ്ശൂർ ഗിരിജ, തൃശ്ശൂർ രാഗം, വളർകാവ് ഗാനം, വിയൂർ ദീപ, ഇനോക്സ്, ശോഭ സിറ്റി അങ്ങനെയുള്ള തിയേറ്ററുകളിലെല്ലാം തന്നെ ഷോസ് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തൃശ്ശൂരിലെ മാത്രം കാര്യം. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂടുന്നു, പല സ്ഥലങ്ങളിലും ആഡ് ചെയ്യുന്നു. നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞു, ആവേശം എന്ന സിനിമ OTTയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ ലഭ്യമായിരിക്കുന്നു. അത് പവിയേട്ടൻ്റെ മികച്ച സമയമായി മാറുന്നു. പലരും ചോദിച്ചിരുന്നു ഈ ഒരു കളക്ഷൻ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇടുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അന്നേരം അത് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ ട്രാക്കേഴ്സ് മുഖാന്തരം എടുക്കുന്ന ആ ഒരു ലിസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലിസ്റ്റ്, ഇതേപോലെയുള്ള ലിസ്റ്റ് വെച്ച് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സിനിമകളുടെയും ട്രാക്കിംഗ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ടർബോയുടെ ട്രാക്കിംഗ് കളക്ഷനും ഇതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാം. അല്ലാണ്ട് ദിലീപിൻ്റെ ഈ ഒരു സിനിമ പരാജയമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സിനിമ ഒട്ടും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല, പക്ഷേ ഇപ്പോൾ സിനിമയ്ക്ക് നല്ല ഒരു വിജയ സാധ്യതയാണ് വരുന്നത്. ഇതിനോടകം കേരള കളക്ഷൻ മാത്രം 6 കോടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും പവിയേട്ടൻ്റെ ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, പരാജയപ്പെടും എന്ന് വിചാരിച്ചെടുത്തു നിന്ന് സിനിമ വിജയത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് തന്നെയാണ്. ബിസിനസ് അടക്കം സിനിമ വിജയമാണ്. അതിപ്പോൾ ഈ ഒരു സിനിമ മാത്രമല്ല, ഒട്ടുമിക്ക സിനിമകളും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പല സിനിമകൾ പിടിക്കുന്നവർ പിന്നീട് സിനിമയ്ക്കൊന്നും പോകില്ല. ഇന്ന് നമ്മൾ കാണുന്ന സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള പല താരങ്ങളുടെയും സിനിമകൾ പിന്നീട് ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ വിജയിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ പിന്നെയും ഇതിനകത്തിലേക്ക് വരുന്നത്. എന്താണേലും ഇവിടെ ഈ പവി കെയർടേക്കറിൻ്റെ കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അതിൻ്റെ കളക്ഷൻ കാര്യങ്ങളുമൊക്കെ വരും. അതിനു മുന്നേ നമുക്ക് പറയാനുള്ളത് ഇതാണ്. നമുക്ക് ലഭ്യമായിരുന്ന കണക്കുകൾ അത് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. ഏതാനും ദിവസങ്ങളിലെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം മികച്ച ദിനമായി പോകുന്നു. കൂടുതൽ ഷോകൾ കൂടുന്നു, അതേപോലെ തന്നെ ഷോ കൗണ്ട് കൂടുന്നതനുസരിച്ച് കളക്ഷനും വരും എന്നുള്ളത് തന്നെ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.